അന്ന് അയാൾ ആരെങ്കിലും കൊണ്ടുവന്ന് അത് കാണട്ടെ അതിന്റെ വെറുതെ വെട്ടി കളയുന്നു അവനെ കൊണ്ടുവരാതെ നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ ഈ 3 മാർക്ക് പോയിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ ഒപ്പിടത്തില്ലോടാ ഓ അതാണോ ഷൈനാണോ മാർക്ക് കുറവായതുകൊണ്ടാണ് ഈ ഷൂ നെല്ലി വെച്ചേക്കുന്നത് അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാ നിന്റെ അച്ഛൻ്റെ ഒപ്പം ഇതിന് നല്ല പഴുതാരം വന്നുപോലെ ഞങ്ങൾ അച്ഛനിട്ടേ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെ കേട്ടായത് ആ പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരെല്ലാം ഇന്നെത്തും 5 ദിവസം കഴിഞ്ഞ് എത്തുക ഇത് യൂണിഫോം ബുധനാഴ്ചയായിരുന്നു ഞാൻ അതൊന്നും മറന്നുപോയി അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം 5 വിഷയം കാണാൻ വന്നേക്കുന്നേ ആ ഇരിക്കെ ശരിയോ അഖിലുണ്ടോ ഉണ്ട് ആ ജീവനുണ്ടോ ഉണ്ട് എന്നെ പിന്നെ ഇവിടെ വന്നിരിക്കുവോ ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ ഞാൻ ടൂർ പോയി ജീവന്റെ അച്ഛൻ എന്നോട് ജീവൻ അച്ഛൻ എന്താ പറ്റി ഒന്നും പറ്റിയില്ല ഇല്ല ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു പ്രസന്ന സാർ ഇതിനോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം പ്രസന്ന സാർ ആ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമം എടുത്തായിരുന്നു ഞങ്ങൾ കണ്ടില്ല എവിടെ കിട്ടുന്നു ഗ്രാമം മലയാളത്തിലെ ഗ്രാമം എടുത്തോ ഇല്ല 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 നമുക്ക് ഗ്രാമം പഠിക്കാം കർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു എന്താ പണിയാണ് കാണിച്ചത് ഇതിനകത്ത് പറയുന്നതായിട്ട് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും പശു വഴിയാ തൊഴിച്ചേ കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു തൊഴിച്ചെന്നോ അത് പറഞ്ഞു മനസ്സിലായോ ഈ തൊഴിക്ക് പറയുന്ന കർമ്മം ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട് അച്ഛൻ പണി കഴിഞ്ഞാൽ കർമ്മം ചെയ്യും അമ്മയെ കർമ്മം ചെയ്യും കർമ്മത്തിന്റെ ലോകമാണ് ഒരു അടിയാതെ തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ്സിൽ സംസാരിക്കരുത് കേകയുടെ ലക്ഷണം പറയണം അതിൽ പറ 4 കാലുണ്ട് മാനിനെ പോലെ കൊമ്പുണ്ട് അത് കേക മാൻ പിന്നെ ആനെ പോലെ കൊമ്പുണ്ട് കേരയല്ല കേക കേക നീ എന്നിട്ട് പറ നീ പാസ് കിട്ടോടാ കേക ലക്ഷണം പറ 1 2 എന്നെ കൊണ്ട് 1 2 പറയിപ്പിക്കരുത് പറയാ എടുത്തവൻ 14 6 ഗണം ഒരുത്തമിന്റെ കേകയാ എന്റെ അനന്തു നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ നിനക്ക് ഈ തുടക്കം കറക്റ്റാ ഒടുക്കം കറക്റ്റാ സെന്റർ ക്ലിയർ ചെയ്യണം അവരുടെ അവിടെ ചെയ്യാത്തതാ അത് ശ്രദ്ധിച്ചോ അടുത്ത ശ്രദ്ധിക്കണേ കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു പഠിച്ചോ മലയാളത്തിന്റെ പദ്യം അടുത്ത ഓരോ തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിഹ്നം തുങ്കമ്മ വാണിൻ ചവിട്ടിൽ ലാണന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ഡല പുതിയിലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കണ്ടോ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടവിഴിയിൽ കമലയാ കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നത് പിന്നാരം ഇങ്ങോട്ട് വന്നേ ഇതുപോലെ കടമഴി നിനക്ക് സമാധാനം ഭാവി ഭൂതം വർത്തമാനം ആദ്യം നമുക്ക് വർത്തമാനം പറയാം അതെല്ലാം എടുത്ത് വെച്ചോ എനിക്കും അതായിട്ടോ ഇവിടെ ഗ്രാമർ പഠിക്കാവുന്നു കേട്ടിട്ടില്ലേ നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്നു സാറേ ഒരു സംശയം നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ അല്ല നടന്നു കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കുവാണെങ്കിൽ അങ്ങനെ അടുത്തത് ഭാവി
അഖിൽ പറയണ ഭാവി പറ. എന്ന് വെച്ചാ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളെ കുഞ്ഞമ്മേ മക്കൾ അവരോട് അവര് ഗൾഫിൽ വരാനിരിക്കുക. ഒറ്റ കാലം മുട്ടുതീർത്താലോ. ശ്രദ്ധിക്കട്ടേ പര്യായപദം പറ. സ്ത്രീയെ കുറിച്ച് പര്യായപദങ്ങൾ പറഞ്ഞേ. സ്ത്രീയെ കുറിച്ച് സ്ത്രീ, നാരി, അമ്മായി, പെണ്ണുമ്പുള്ള, ഒരുത്തി. ടീച്ചറിന്റെ പേര് പറഞ്ഞില്ല. സ്ത്രീയാ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. ഒരൊറ്റ അടിയാൻ തന്നെ കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെടും. അടുത്ത നീ വേടാ. വനത്തെ കുറിച്ച് പര്യായം പറഞ്ഞു. കാണണം. അത് കാണണം. ഞാൻ അതിനു വേണ്ടി നിൽക്കുക. കാനനം. കാനനം. കാട്. ആട്. കാട്. അതല്ല ഗതികേടായിപ്പോ. എന്തോ ഇടപാടാണ്. ഇതൊന്നും അറിയത്തില്ല. അതെ, ഇങ്ങോട്ട് നോക്കിയ അടുത്ത പദ്യം ചൊല്ല്. പല പല നാളുകൾ ഞാനൊരു ഒഴിവായി പാടാ. അടുത്ത് എഴുന്നേറ്റ് പാടാം. പല 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 നാളിൽ ഞാനൊരു പല 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 നാളുകൾ ഞാനൊരു പുഴുവായി ഇറങ്ങി ഇരുളും വെട്ടം അറിയാതെ അങ്ങനെ നാളുകൾ നീക്കി ബല 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 ബാഹുവേലി പാടും മൂലി നീളത്തി തുണി പോയിരിക്കാം. ബാക്കി നീ പാടാം. ബാഹുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. അടുത്ത വിഷയം കണക്കാം. 5 മിനിറ്റ് വിഷയം കണക്കാൻ നോക്കെ. അനന്ത് വരുന്നേ ആ 3ന്റെ പറ്റിയ നോക്കിയില്ലേ? 3ന്റെ ഒരു 3 2 3 6 അന്ന സാറില്ലേ? 1 3 3 2 3 അവനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ സാറേ സംശയം ഉണ്ടായിരിക്കും. വിളിക്കാൻ പോയി. ഹലോ, എന്തുവാ സാറേ? ടീച്ചറേ, സാർ ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഇവിടെ കുട്ടികളെ ഞാൻ 3ന്റെ പട്ടിയെ ചോദിപ്പിച്ചേ. അതിന് അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ 3 വരുമ്പോ ഞാനെന്തിനാ സാറിന്റെ കൂടെ 3 വരുന്നേ? സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കഴിയുക. എന്റെ കുടുംബ കുളം തോണ്ടരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വേറെ ടൂറിന് പോകുന്നുണ്ടോ? അവ ഇതൊക്കെ എന്നോട് ഇതൊരു കണ്ടേ 3ന്റെ പട്ടിക ഈ ക്ലാസ്സിൽ ഒരൊറ്റ ഒരെണ്ണം ചൊല്ലിയിട്ട് പറഞ്ഞോ. അഖിലേ, എന്നോടോ എഴുതട്ടെ. ആ 4ന്റെ പട്ടിക എഴുതി. 4ന്റെ ഒരു 4 4 ഒരു 4 4 24 24 4 കിടന്നാലും 4 24 മര്യാദക്ക് 2 പേരും നാളെ പട്ടിയെ പിടിച്ചോളൂ കേട്ടോ. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ശാസ്ത്രത്തിന്റെ സാമ്രം. ഹലോ, വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ്, വനജ ടീച്ചറിന്റെ പിതാവ്, ഗണിത ടീച്ചറിന്റെ പിതാവ് രാജ്യത്തെ മാറിയോ? അപ്പൊ പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പൊ പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. സിലബസ് മാറിയില്ല. ഉടനെ പിതാവ് മാറുമോ? പിന്നെ സിലബസ് മാറുമ്പോ പിതാവ്. അടുത്തത് മനക്കടക്കാൻ ഞാൻ ചെല്ലാൻ പോകുന്നത്. മനക്കടക്ക് അതെടുത്ത് അങ്ങോട്ട് നോക്ക്. മനക്കട ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടെ നിന്ന് കിട്ടിയതാറേ? 2 എണ്ണം അഖിലിന് കൊടുത്തു. വേണ്ട, വലറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. മനക്കണക്കാടാ. 3 എണ്ണം സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറേ ചോദിക്കട്ടെ, സാറിന് സുമേഷിന് തേങ്ങ കൊടുക്കാൻ പറ്റും? അവന്റെ വീട്ടിൽ 3 തെങ്ങ് കൊടുത്തു. ഇഷ്ടംപോലെ കാശ് വേണ്ടവരാവല്ലേ? അവിടെ സന്ധ്യക്കാണ്, സന്ധ്യയുടെ കാര്യം പറ. അല്ല, മഞ്ജുവിന് വീട്ടിൽ ഒരു വകയില്ല. അവൾ ചോറ് കൊടുക്കാൻ മുളക് കുഴച്ച് മാത്രമാണ്. ഒരു തേങ്ങ കൊടുത്ത് അവളെ ചമ്മന്തി അച്ഛൻ എടുത്തിട്ട് എന്താ വൃത്തിയാണ് സാറേ ഇത്? വേണം ഒരു 10 കിലോ സാധനം മേടിച്ചു കൂടെ. പിന്നെ പുണ്യം കിട്ടുന്നില്ലോ. എല്ലാം ഉള്ള തേങ്ങ മനക്കടക്ക് കയറി വന്നിട്ടാ ഈ കണക്ക് പഠിക്കണ്ട.
ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം ഭൂമിശാസ്ത്രത്തിന്റെ പെട്ടെന്ന് എടുക്കണേ. ഭൂമിശാസ്ത്രം അകട്ടെ അനന്തുവേ എന്തോ നിന്നോട് ആദ്യം ചോദ്യം, മഴ ഉണ്ടാകുന്നത് എങ്ങനെ? മഴ മഴ കടലിലെ വെള്ളം സൂര്യതാപത്തെ നീരാവിയായി ഇടി ചെവിയറിയാതെ ഒരു മനുഷ്യനറിയാതെ മേടിച്ചില്ല. നല്ല എന്തോ സെറ്റപ്പ് ഉണ്ടാവും. അവരെല്ലാം സെറ്റ് ചെയ്തിട്ട് താഴോട്ടൊരു വീശി കിട്ടും. മഴ. പിന്നെ അടുത്തത്, ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയടാ. സാറേ, ഈ രണ്ടാം ലോക മഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കുറച്ചു നേരം മരിച്ചല്ലോ. ഒരു 4 മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളുമെല്ലാം കഴുകി വെച്ച് അവർ 4 ആയപ്പോഴത്തേനെല്ലാം വീട്ടിൽ വന്നു. പിന്നെ അപ്പോൾ സാർ ഒന്നുകൂടെ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു. നീ പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിപ്പിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്ത്. അടുത്ത ഭാഗത്ത് അവിടെ ചീറ്റിട്ടിട്ടില്ല സാറേ. കൂടുതലാണ് കിട്ടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിൽ എന്റെ വീടിരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നത് നോക്കാം. അമ്മ മഴയെ കിടക്കുവോ? കിടക്ക് വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമില്ലേ? ഇറങ്ങി വേണം. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലേ. ഒരു വർഷം ഞാൻ ഇങ്ങോട്ട് എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയി. ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന എവിടെ? ലക്കട. ലക്കട? ലക്കട എന്നാടാ? ലക്കടി. ഞാൻ ആരെ അടി പോളിന്ന് വിളിക്കില്ല. ഞങ്ങളെ അമ്മ അങ്ങനെ പോലെ എന്നെ വിളിക്കുന്നില്ല. നാളെ ഞാൻ വരത്തില്ല. എനിക്ക് ലീവ് വേണം. എന്തോ ചിലപ്പോ ചെറിയൊരു മരണം കാണും. ചെറിയൊരു മരണം. ആരാടാ? അപ്പൂപ്പ മരിക്കാൻ പോവാ. ഏതപ്പൂപ്പൻ? അപ്പൂപ്പ 95 വയസ്സുള്ള. എന്തിനു പോകണം? അവിടെ തന്നെ കിടക്കാൻ പറയും. ഇവിടെ വീട്ടിലല്ലയോ? എനിക്കറിയാൻ മയ്യേ. അപ്പൊ ഇനി ഇത്രയും മതി. സ്റ്റാൻഡപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്. നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തെ കുറിച്ച് ഒരു 5 വാക്ക് പറയണം. അച്ചപ്പ കുളപ്പിടും. ഉപ്പേരി ഉണ്ടാക്കും. പേര് ഉണ്ടാക്കും. ഉറിയടിക്കും. ഉറിയടിക്കും. അച്ഛന്മാരെല്ലാം വെള്ളം അടിക്കും. ഞാനും അടിക്കും. ഞങ്ങളുടെ മാമൻ ചിറ്റപ്പനെ ചവിട്ടിയാന്ന് കേട്ടിട്ട് അത് പറയണം അവിടെ. അല്ല, എല്ലാ അനുഭവം പറയണ്ട. കുറച്ചൊക്കെ പറഞ്ഞു. ഓണത്തിന് നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല, ഉത്തരം പറയേണ്ടതാ. പേപ്പർ നോക്കുന്നത് ഞാനാ. അവിടെ ഇരിക്കും. ഓക്കെ. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം. സാറ് പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണെടുത്ത് കിടക്കുമ്പോ ഉടനെ കലണ്ട് എടുക്കാനാണ് പോകുന്നത്. ആശുപത്രികളുടെ ഏർപ്പാട് ചെയ്യണം. ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു കാമ്പ് സാറിന് തല പൊടിഞ്ഞു വീണു. ഞാൻ ഈ ഡേറ്റ് നോക്കാൻ പോ സാറിനെ കൊണ്ട് പോകും. നടന്നതാ. അപ്പൊ പിന്നെ എന്താണ് അങ്ങനെ അറിയുന്നത്? ആപ്പിൾ എന്തായാലും വീഴും. മതി. ഒന്നാമത്തെ കാര്യം സത്യമുള്ള സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് ബോറടിയാണ്. പിന്നെ ആരും ഇവിടെ പഠിപ്പിക്കും. 5 വിഷയം സാറ് തന്നെ. അചൂറുമായിട്ട് പിള്ളേർ വരുമോ? അതുമില്ല. വേറെ കാര്യമില്ലെന്ന് ആര് പറഞ്ഞു? വേറെ ടീച്ചർ ഒരുപാട് പഠിപ്പിക്കാൻ. ടീച്ചർ വരുമോ? ഏത് ടീച്ചർ? വനജ ടീച്ചർ വരുമോ? വരുവടാ.